പിണറായി സർക്കാരിനേക്കാൾ സാമ്പത്തിക ധൂർത്തുമായി സതീശൻ സർക്കാർ. മുഖ്യമന്ത്രിക്കായി പ്രത്യേക അഭിഭാഷകനെ നിയമിച്ചതിൽ പ്രതിഷേധം പുകയുന്നു. സീനിയർ ലീഗൽ കൗൺസിൽ എന്ന പേരിൽ അഡ്വക്കേറ്റ് ജോൺ വർഗീസിനെ നിയമിച്ചതിലാണ് വിവാദം. മുഖ്യമന്ത്രി വി.ഡി. സതീശന് വേണ്ടി സീനിയർ ലീഗൽ കൗൺസിലായി അഡ്വക്കേറ്റ് ജോൺ വർഗീസിനെ നിയമിച്ചുകൊണ്ട് ജൂലൈ 30 സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഇല്ലാത്ത തസ്തിക സൃഷ്ടിച്ച് എ.ജിയുടേതിന് സമാനമായ ശമ്പളത്തോടും ആനുകൂല്യങ്ങളോടുമായിരുന്നു നിയമനം. പിണറായി സർക്കാരിനേക്കാൾ സാമ്പത്തിക ധൂർത്താണ് ഹൈക്കോടതിയിലെ അടക്കം അഭിഭാഷക നിയമനങ്ങളിൽ വി.ഡി. സതീശൻ സർക്കാർ നടത്തിയത്. കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ച് കോൺഗ്രസ് അനുകൂല അഭിഭാഷകരെ GP-മാരായി തിരികെ കയറ്റി. അതിൽ തന്നെ പടലപ്പിണക്കങ്ങൾ പിന്നെയുമുണ്ടായി. ഇപ്പോഴിതാ എ.ജിയെ കൂടാതെ മുഖ്യമന്ത്രിക്കായി സീനിയർ ലീഗൽ കൗൺസിലിനെയും നിയമിച്ചു. ഇക്കാര്യത്തിൽ വിവിധ അഭിഭാഷക സംഘടനകളിൽ നിന്നും പ്രതിഷേധ സ്വരവും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തിനും ഏതിനും സർക്കാരിനെ വിമർശിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായപ്പോൾ സർക്കാരിനും ജനങ്ങൾക്കും കൂടുതൽ ഭാരം വരുത്തുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കാണ് നീങ്ങുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുന്നു. കേരള ഹൈക്കോടതിയിൽ നിലവിൽ അഡ്വക്കേറ്റ് ജനറലും 2 അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സീനിയർ ജൂനിയർ GP-മാരെന്ന നിലയിൽ ഏകദേശം 200ഓളം സർക്കാർ അഭിഭാഷകരും നിലവിലുണ്ട് എന്നിരിക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രമായി ഒരാളെ പ്രത്യേകം നിയമിക്കാനുള്ള തീരുമാനം അനാവശ്യമാണ് എന്നുള്ളത് തർക്കമില്ല. പ്രതിമാസം 2.5 ലക്ഷം രൂപ ശമ്പളവും 50,000 രൂപ അലവൻസുമാണ് മുഖ്യമന്ത്രിയുടെ സീനിയർ ലീഗൽ കൗൺസിലിന് നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ഇതിനു പുറമെ ഹാജരാകുന്ന ഓരോ കേസിനും നിശ്ചിത തുക വേറെയും. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ധവളപത്രമിറക്കിയ സതീശൻ സർക്കാർ ലക്ഷങ്ങളാണ് അഭിഭാഷക നിയമനങ്ങൾക്കായി ധൂർത്തടിക്കുന്നത്. ജനം, കൊച്ചി.